السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസുകളെല്ലാം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇന്ന് റബീഉൽ അവ്വൽ പിറന്നിരിക്കുകയാണ്. വസന്തമാണ് വിശ്വാസികളുടെ മനസ്സിൽ, സന്തോഷമാണ് വിശ്വാസികളുടെ മനസ്സിൽ. റബീഉ എന്ന് പറയുന്നത് വസന്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം. ഈ മാസത്തിലാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് റബീഉൽ അവ്വൽ എന്നത്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ചിന്തകൾ വല്ലാതെ വന്നുകൊണ്ടിരിക്കും. എല്ലാ സമയവും റസൂലിനെ ഓർക്കണം, എല്ലാ സമയവും റസൂലിനെ ഹുബ്ബ് വെക്കണം. എന്നാൽ അവിടുത്തെ ആഘോഷ പരിപാടികളും അവിടുത്തെ സന്തോഷ പരിപാടികളും സംഘടിപ്പിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ മാസം എന്ന നിലയിലാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ഈ മഹത്തായ മാസത്തെ ഉപയോഗപ്പെടുത്തുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാം ലഭിച്ചത്, ഏതാണ്ട് ജീവിതത്തിലെ എല്ലാം ലഭിച്ചിട്ടുള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നത്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ സംഗതികൾക്ക് സാക്ഷിയായ മാസം എന്ന നിലയിൽ ഈ മാസത്തെ നമ്മൾ പ്രത്യേകമായി കൊണ്ടാടുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഒളിവിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ലോകത്ത് സൃഷ്ടിച്ചത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ലോകത്തുള്ള സർവ്വതും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഒളിവ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവ് ലോകത്ത്, അവിടുത്തെ പ്രകാശം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒരുപാട് ഹദീസുകൾ, മഹാന്മാരുടെ ഉദ്ധരണികൾ, ലോകത്ത് ആരാലും എതിർക്കപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഉദ്ധരണികൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവൊളിവാണ് ആദ്യമായി ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുന്നുണ്ട്, ഏത് സൃഷ്ടിയാണ് ആദ്യത്തെ സൃഷ്ടി എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവിടുത്തെ തിരുവൊളിവാണെന്ന്. ഒരിക്കലും മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആദം നബിയും ഹവ്വാ റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറയുകയും ആ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കുകയും ചെയ്തൊരു സംഭവം. ഈ സംഭവത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിനോട് പല പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു എന്നാണ്. ആ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിർ ലി, അള്ളാഹുവേ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിച്ച സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയുടെ തൗബയിൽ ഈ ഒരു പ്രാർത്ഥന ഉൾപ്പെട്ടപ്പോൾ ആദം നബിയോട് അള്ളാഹു ചോദിക്കുന്നു, ആദം നബി, എങ്ങനെയാണ് മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചത്? നിങ്ങൾക്ക് എങ്ങനെയാണ് മുഹമ്മദിനെ അറിയുക? മുഹമ്മദിനെ ഞാൻ ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല, എങ്ങനെയാണ് പിന്നെ അറിയുക? ഒന്നുമല്ല, പടച്ച റബ്ബേ, എന്നെ പടക്കപ്പെട്ടു, എന്നെ പടച്ച് എനിക്ക് റൂഹൂതിയപ്പോൾ ഞാൻ കുനിഞ്ഞെടുത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഞാൻ അർശിൻ്റെ തൂണുകളിലും എല്ലായിടത്തും ഞാൻ കാണുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അഥവാ അള്ളാഹുവേ, നിന്നോടൊപ്പം പേര് ചേർക്കപ്പെട്ട, നിന്നോടൊപ്പം എഴുതപ്പെട്ട പേര് മുഹമ്മദ് എന്ന പേര് ഞാൻ മനസ്സിലാക്കി, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരായിരിക്കുമല്ലോ അവിടെ എഴുതിയിട്ടുണ്ടാവുക. അത് കണ്ടപ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ
മുഹമ്മദ് നബിയെ പിടിച്ച് അവരുടെ ഹക്ക് കൊണ്ട് തേടിയത് എന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ സദഖത്തയ ആദം, ആദമേ നീ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവൊളിവ് സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ ജനനം ഈ ലോകത്ത് നടക്കുന്നതിന് മുന്നോടിയായിട്ട് അതിൻ്റെ സന്ദേശങ്ങളും അതിൻ്റെ സന്തോഷങ്ങളും ലോകത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ലോകത്ത് എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. അവിടുത്തെ ജന്മത്തെക്കുറിച്ച്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, അവിടത്തെ സംബന്ധിച്ച് പറയാൻ, ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു മുമ്പേ അയച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നമുക്ക് ആ മഹാസംഭവം ആ റസൂലുള്ളാഹിയുടെ സമുദായത്തിൽ ഒരു അംഗമാവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇവിടെ നമുക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. ഇനി നമ്മുടെ വീടുകളിൽ മൗലിദുകൾ പാരായണം ചെയ്യപ്പെടണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് മദ്ഹിൻ്റെ പരിപാടികൾ മദ്രസകൾ, പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തുമ്പോൾ അതിനൊക്കെ നമ്മുടെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം. അല്ലാഹു അതെല്ലാം ഹബീബിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി ഖബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.